ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ കാലിക്കറ്റ് നല്ലളത്താണ് നിൽക്കുന്നത്. നമ്മളിവിടെ ഒരു 5 കിലോവാട്ട് പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. പ്ലാന്റിനെ കുറിച്ച് വിശദമായിട്ട് അറിയാൻ, അതായത് പ്ലാന്റിൽ നമ്മൾ ഏതാണ് പാനൽ യൂസ് ചെയ്തിട്ടുള്ളത്, ഇവിടെ യൂസ് ചെയ്ത സ്ട്രക്ചർ ഏതാണ്, ഇൻവേർട്ടർ ഏതാണ് എന്നെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാം. നമുക്ക് പ്ലാന്റ് കാണാൻ വേണ്ടി പോവാം. പ്ലാന്റിൻ്റെ അടുത്തേക്ക് പോവാം. ലെറ്റ്സ് ഗോ. അപ്പോൾ ഇതാണ് നമ്മുടെ 5 കിലോവാട്ട് പ്ലാന്റ് വരുന്നത്. ഹോട്ട് ഡിപ്പ് സ്ട്രക്ചർ വെച്ച് നമ്മൾ ചെയ്തിട്ടുള്ള ഈ പ്ലാന്റ് ഒന്ന് ജസ്റ്റ് നമുക്ക് കണ്ടുവരാം. നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ള പാനലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ തന്നെ ലീഡിംഗ് കമ്പനി ആയിട്ടുള്ള വാരി എനർജീസിൻ്റെ അവരുടെ തന്നെ ലേറ്റസ്റ്റ് ടെക്നോളജി ആയിട്ടുള്ള 590 വാട്ട്സ് പവർ ടോപ്കോൺ ബൈഫിഷ്യൽ ടെക്നോളജിയിലെ 9 പാനൽസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പ്ലാന്റ് ഇവിടെ ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മളിവിടെ ഹോട്ട് ഡിപ്പ് ഗാൽവനൈസർ ചൂസ് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ KSEB തന്നെ പറയുന്നത് നമ്മൾ സോളാറിൻ്റെ സ്ട്രക്ചർ ചെയ്യുമ്പോൾ ഹോട്ട് ഡിപ്പിൽ ചെയ്യണമെന്നുള്ളതാണ്. ഹോട്ട് ഡിപ്പ് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഏതൊരു സീസണബിൾ ആണെങ്കിലും, അതായത് റെയിനി ആണെങ്കിലും ഇനിയിപ്പോൾ സമ്മർ ആണെങ്കിലും നമുക്ക് ഹോട്ട് ഡിപ്പ് ഗാൽവനൈസർ ചെയ്യുന്നത് കൊണ്ട് റെസ്റ്റ് വരില്ല എന്നതാണ് ഇതിൻ്റെ ഫസ്റ്റുള്ള പ്രത്യേകത വരുന്നത്. പിന്നെ രണ്ടാമതൊരു ബെനിഫിറ്റ് വരുന്നത്, നമുക്ക് ഹോട്ട് ഡിപ്പ് ഗാൽവനൈസർ ചെയ്യുന്ന സമയത്ത് നമുക്ക് വർക്ക് അത് ഈസി ആയിരിക്കും. വെൽഡിങ് വരുന്നില്ല, നെറ്റ് ആൻഡ് ബോൾട്ടാണ് ഫുള്ള് വരുന്നത്. അപ്പോൾ നമുക്ക് ഫിറ്റിങ്സ് ആണെങ്കിലും നമുക്ക് ഈസിയാണ്. ഇനി നമുക്ക് സോളാറിൻ്റെ സ്ട്രക്ചർ, അതായത് നമുക്ക് ഈ സോളാർ ഇവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നമുക്ക് മാറ്റി ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ഈസി വേയിൽ നമുക്ക് ചെയ്യാം എന്നുള്ളതാണ് ഹോട്ട് ഡിപ്പ് ഗാൽവനൈസറിൻ്റെ പ്രത്യേകത. അപ്പോൾ നിങ്ങൾക്ക് അറിയേണ്ടത് എന്താണ് ഹോട്ട് ഡിപ്പ് ഗാൽവനൈസ്ഡ്. നമുക്ക് ഹോട്ട് ഡിപ്പ് ഗാൽവനൈസ്ഡ് അയൺ എന്താണെന്ന് നോക്കാം. അതായത് ഗാൽവനൈസ്ഡ് അയണിനെ തന്നെ കെമിക്കലൈസേഷൻ ചെയ്തിട്ട് 2 ടൈംസ് ഹോട്ട് ചെയ്ത് വരുന്നതാണ് നമ്മുടെ ഹോട്ട് ഡിപ്പ് ഗാൽവനൈസ്ഡ് എന്ന ഈ ഒരു മെറ്റീരിയൽ വരുന്നത്. ഇനി നമ്മളിവിടെ ചെയ്തിട്ടുള്ള 5 കിലോവാട്ട് പ്രൊജക്റ്റിൻ്റെ ബാക്കി കമ്പോണൻസ് ആയിട്ടുള്ള ACDB, DCDB, ഡിസ്ട്രിബ്യൂഷൻ ബോക്സ്, അതുപോലെ ഇൻവേർട്ടർ, നെറ്റ് മീറ്റർ, എനർജി മീറ്റർ, ഇതെല്ലാം ചെയ്തത് എവിടെയാണെന്ന് നോക്കാം. കമോൺ. നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഡിസ്ട്രിബ്യൂഷൻ ബോക്സ് നോക്കുകയാണെങ്കിൽ DC ഡിസ്ട്രിബ്യൂഷൻ ബോക്സ് ആണ്. ഹെവൽസിൻ്റെ തന്നെ, അതായത് നമ്മുടെ ബ്രാൻഡുകൾ നമ്മൾ ടയർ 1 കാറ്റഗറിയിലുള്ള ബ്രാൻഡ്സ് മാത്രമേ നമ്മൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാറുള്ളൂ. ഹെവൽസിൻ്റെ പ്രീമിയം ക്വാളിറ്റിയാണ് നമ്മളിവിടെ ഡിസ്ട്രിബ്യൂഷൻ ബോക്സ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇൻവെർട്ടറിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഗുഡ്വിയുടെ 5 കിലോവാട്ടിൻ്റെ ഇൻവെർട്ടർ തന്നെയാണ് നമ്മളിവിടെ ചൂസ് ചെയ്തിട്ടുള്ളത്. മാനുഫാക്ചറിങ് കമ്പനി 10 ഇയേഴ്സ് റീപ്ലേസ്മെൻറ്റ് വാറണ്ടി കൊടുക്കുന്ന ബ്രാൻഡാണ് ഗുഡ്വി ഇൻവെർട്ടർ. അതുകൊണ്ടാണ് നമ്മളിവിടെ ഗുഡ്വി ചൂസ് ചെയ്യാൻ കാരണം. AC ഡിസ്ട്രിബ്യൂഷൻ ബോക്സ് ആണെങ്കിലും നമ്മൾ ഹെവൽസിൻ്റെ പ്രീമിയം തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്കിപ്പോൾ നല്ലളത്ത് നമ്മളൊരു സൈറ്റ് നമ്മൾ ചെയ്തു. അവിടുത്തെ നമ്മുടെ ക്ലയൻറ്റിൻ്റെ നമ്മളത് വെച്ചതിന് ശേഷം സോളാർ പ്ലാന്റ് ചെയ്തതിന് ശേഷമുള്ള നമ്മുടെ ക്ലയൻറ്റിൻ്റെ അഭിപ്രായം എന്താണെന്ന് നമുക്ക് നോക്കാം. റിഫോഴ്സ് എനർജിന്ന് ഇപ്പോൾ നിങ്ങൾ സോളാർ വെച്ചിട്ടുള്ള ഒരു അഭിപ്രായം പറയുങ്ങളെ, സോളാറിന് ശേഷമുള്ള നിങ്ങളുടെ അഭിപ്രായം? സോളാർ അടിപൊളിയാണ് കേട്ടോ. സംഭവം തെറ്റായിട്ട് തന്നെയാണ് ഉള്ളത്. ഒരുപാട് മാറ്റങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്നും പറയാനില്ല. നിങ്ങളെ പരിപാടിയും കാര്യങ്ങളും നിങ്ങളെ ഫിറ്റിങ്സിൻ്റെ കാര്യങ്ങളും ഒക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ മറ്റുള്ളവർത്തൊക്കെ പോയി നോക്കിയതിനെക്കാട്ടൊക്കെ ഒന്നും കൂടി ഒരു കുറ്റിയുറപ്പൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളെ സാധനങ്ങൾ. ആ ഒരു പ്രത്യേകത ഉണ്ട്. ബാക്കിയൊക്കെ ഞാൻ അവിടെ പോയി നോക്കിയപ്പോഴൊന്നൊരു എപ്പോഴും ഒരു ചാഞ്ചാടിനൊക്കെ ഫീലൊക്കെ ഉണ്ടായിരുന്നു. മറ്റേ ഈ കാറ്റൊക്കെ അടിച്ചാൽ വീണു എന്നൊക്കെ തോന്നൂലേ, ആ ലെവലുണ്ട്. അതാണ് ഉദ്ദേശിച്ചത്. കുറച്ചും സിമ്പിളായിട്ട് പറഞ്ഞിട്ടു, ഇംഗ്ലീഷിലല്ലാതെ. ഓക്കെ, അടിപൊളിയാണ് സംഭവം, അടിപൊളിയാണ്. അവിടെ കറണ്ട് ബില്ലൊക്കെ എങ്ങനെ, സോളാർ വെക്കുന്നതിന് മുമ്പുള്ളതും വെച്ചതിന് ശേഷമുള്ള ബില്ല് എമൗണ്ട് എത്രയാണ്? കറണ്ട് ബില്ലിൻ്റെ കാര്യം ഒന്നും പറയാനില്ല. നല്ലൊരു പണി കിട്ടിക്കൊണ്ട് ഞാൻ വലിയ എമൗണ്ട് അങ്ങനെ അടച്ചുകൊണ്ടിരിക്കുന്ന സാധനം പെട്ടെന്ന് ഇപ്പോൾ വന്ന ബില്ല് അതിന് ചില്ലറ പൈസ ആയിട്ട് വന്നപ്പോൾ ഉള്ള ഒരു ഫീൽ ഉണ്ടല്ലോ. പൈസ എത്ര ചിലവാക്കിയാൽ കിട്ടുന്ന ഒരു സാധനമാണത്. അതിന് 6000, 7000, 8000 രൂപ വരെയൊക്കെ ഞാൻ ബില്ലടച്ചിന്. ഇപ്പം ആകെ വന്നത്ര 350, 360 അങ്ങനത്തെ ഒരു പൈസ ഉള്ളൂ. ചെറിയൊരു എമൗണ്ട്. ഇതിങ്ങനെ കാണുമ്പോൾ തന്നെ മനസ്സിന് വല്ലാത്തൊരു സുഖമാണ്. അതിന് എത്ര ലക്ഷം മുടക്കിയാലും എന്താ അടിപൊളി സംഭവമാണത്. നല്ല ഹാപ്പി ആയി തോന്നുന്നുണ്ട് അല്ലേ? പിന്നെ അടിപൊളിയാണ് ആ സാധനം, ഒന്നും പറയാനില്ല. ഞാൻ പറയണ എല്ലാവരും അത് വെക്കണം എന്നാണ്. നമ്മൾ രാവിലെ ചിലപ്പോൾ ഉറങ്ങി നീക്കുമ്പോൾ തന്നെ ഉണ്ടാവും KSEB ആൾക്കാരെന്ന് ബില്ലടിക്കും. ഈ കടലാസിൻ്റെ ഡേറ്റ് ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ ബില്ലടിക്കാനുള്ള ഡേറ്റ് കഴിഞ്ഞിട്ട് പോലും ഫീസ് ഊരാൻ വേണ്ടി വരുന്നതാണ്. ആ സാധനം രാവിലെ തന്നെ വന്ന് ഇങ്ങനെ ഊരാൻ വരുമ്പോഴുള്ള മനസ്സിന് ഇതിന്നൊക്കെ കൊണ്ട് മാറിക്കാണ്ട് ഇപ്പോൾ ആ ചില്ലറ പൈസ ഒക്കെ ആകുമ്പോൾ നമുക്ക് വേഗം അപ്പം തന്നെ ചിലപ്പോൾ അടയ്ക്കും. മറ്റേത് 7000, 8000 ആകുമ്പോൾ ഡേറ്റ് ആവട്ടെ കാത്തിക്കണമല്ലോ. അത് നല്ലൊരു സുഖമുണ്ട്. ആ ഒരു സാധനം മതി ഈ പൈസ ഒക്കെ മുടക്കാനുള്ള വലിയൊരു സുഖമായിട്ട്. സമാധാനം കിട്ടും. സത്യം, നല്ല സമാധാനമാണ്, അടിപൊളിയാണ്. ഓക്കെ, നമ്മളിപ്പോൾ നമ്മുടെ നല്ലളത്ത് ചെയ്തിട്ടുള്ള പ്ലാന്റും കണ്ടു. അതുപോലെ നമ്മൾ അവിടുത്തെ കസ്റ്റമറുടെ ഹാപ്പിനെസ്, ആ ഒരു സന്തോഷം, അഭിപ്രായം എല്ലാം നമ്മൾ അവരുടെ വാക്കുകളിലൂടെ നമ്മൾ അറിഞ്ഞു. ഓക്കെ, അപ്പോൾ അടുത്തൊരു കസ്റ്റമറുമായി മീറ്റ് ചെയ്യുന്നത് വരെ ഓക്കെ, ബൈ.